अब गाँव वापस जा रहे हैं क्या? घर और गांव छोड़ के अभी 8-10 साल हो गया, इसलिए मैं अभी वापस जा रहा हूँ। നാല് ദിക്കുകളും ദൈവം കലാപരമായി തന്നെ സംവിധാനിച്ച മനോഹര തീരമായിരുന്നു എൻ്റെ നാട്. ഒരു തീരദേശ ഗ്രാമം. മലനിരകൾക്ക് താഴെയായി ഒഴുകുന്ന പുഴയും അലയടിക്കുന്ന കടലും കൊച്ചു തടാകവും പിന്നെ ഇടതൂർന്ന കാറ്റാടി മരങ്ങളും. ഇവയൊക്കെ തന്നെയും എനിക്ക് കാണാൻ വേണ്ടി മാത്രമുള്ളതായിരുന്നില്ല, എൻ്റെ ജീവിത മാർഗവുമായിരുന്നു. ഒരു കാലത്ത് എൻ്റെ നാട്ടുകാരിലധികവും കടലിൻ്റെ മക്കളായിരുന്നു. കാലക്രമേണ എല്ലായിടത്തും എന്ന പോലെ എൻ്റെ നാട്ടിലും മാറ്റങ്ങൾ വന്നു തുടങ്ങി. കടലിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരുടെ എണ്ണം അംസക്ക വലക്കാറ് പോയിനാ? പോയിനട മജീദേ, സദ്ദാമിന് കുറഞ്ഞ മത്തിയുണ്ട്. പണി മുട്ടിയിട്ട് എത്ര കാലായി. ബാബു പീറ്ററും പോയിനാ? ആ, രണ്ടാളും പോയിന്. തിരിച്ചെത്തേണ്ട സമയമായി. ആ, മജീദ് എത്തിയല്ലോ. ഇന്നലെ എവിടെ ആയിരുന്നടാ നീ? പണിയുണ്ടായിരുന്നു ഇഷ്ട. ശ്യാമേ, എഴുന്നേറ്റ് കൊടുക്കുമോനെ. മജീദേ, നൗഷാദ് നാളെയാ പോകുന്നേ. നിന്റെ മെയിൻ ദോസ്തല്ലേ ഷാനി? പാസ്പോർട്ടിന് കോപ്പി എടുത്ത് നൗഷാദിന്റെ കയ്യിൽ കൊടുക്കടോ. വേണ്ട പൊന്നോ, ഒരിക്കൽ അവന്റെ വിസിറ്റിംഗ് വിസയിൽ പോയതിന്റെ ക്ഷീണം ഇപ്പോഴും മാറിയിട്ടില്ല. ഗൾഫിൽ ഒരു നല്ല ജോലിയൊക്കെ കിട്ടുന്നത് ഓരോരുത്തരുടെ നസീബ് പോലെയാ മോനെ. നസീബ് മാത്രമല്ല, വിദ്യാഭ്യാസം കൂടി വേണം. ഓ, നീ വല്ല വിദ്യാഭ്യാസി. കയറ്റി വിടാൻ ഒരാളും പിന്നെ അവിടെ വാസ്തയും ഉണ്ടെങ്കിൽ ഏത് വിവരമില്ലാത്തവരും ഗൾഫിൽ ജോലിയുണ്ട്. ഓ, പറഞ്ഞു നാവെടുത്തില്ല, ഗൾഫിൽ നിന്ന് ഷാനിയാ. ഒന്ന് വേഗം പാടോ, തന്റെ ഒഴിവും കാത്തിരിക്കും. ഗൾഫിൽ നിന്നുള്ള കോളല്ലേ ഇഷ്ടാ. നൗഷാദേ, ഞാൻ 2 പാക്കറ്റ് ചിപ്സ് തരൂ. നീ ഷാനിയുടെ റൂമിൽ ഏൽപ്പിച്ചാൽ മതി. ഓ, അവന്റെ റൂംമേറ്റ് റിയാസിനുള്ളതാ. ഞാനന്ന് വിസിറ്റിങ്ങിന് പോയപ്പോൾ പരിചയപ്പെട്ടതാ പുള്ളിയെ. ആള് നല്ല രസീകനാ.
നൗഷാദ് ഇറങ്ങിയോ സ്റ്റീഫ? ഇല്ല, ഇറങ്ങേണ്ട സമയമായി. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. ഞാൻ ഇറങ്ങട്ടെ ഉപ്പ? പോയിട്ട് വാ മോനെ. ഞാൻ വരട്ടെ ഉമ്മ. ശരി ശരി, ഞാൻ വിളിക്കാടാ. എന്താടാ പണിയുണ്ടെനിക്ക്. നൗഷാദിനെ ദുബായ് എയർപോർട്ടിൽ വെച്ച് അറസ്റ്റ് ചെയ്യുന്നു. നീ കൊടുത്തുവിട്ട ചിപ്സിനകത്ത് മയക്ക് കൂടി ഉണ്ടായിരുന്നത്രേ. എടാ സന്തോഷേ, നീ എന്തൊക്കെയാണ് പറയുന്നത്? സത്യമായിട്ട് ഞാനങ്ങനെ ഒരു ഗുളിക കൊടുത്തിട്ടില്ല. ഷാനി വിളിച്ച് പറഞ്ഞതനുസരിച്ച് സേവിയർ എന്ന പേരിലുള്ള ഒരാളിൽ നിന്നാ ഞാൻ ആ ചിപ്സ് പൊതി വാങ്ങി നൗഷാദിന്റെ കൈ കൊടുത്തത്. ഈ പറയുന്ന സേവിയറിനെ നിനക്ക് പരിചയമുണ്ടോ? അതിനു മുമ്പ് എപ്പോഴെങ്കിലും നീ അവനെ കണ്ടതായിട്ടെങ്കിലും ഓർക്കുന്നുണ്ടോ? ഇല്ലടാ, ഞാൻ ആദ്യമായിട്ട് അന്ന് അവനെ കാണുന്നത് തന്നെ. എന്റെ പൾസ്. ഉമ്മ വന്നെന്തെങ്കിലും കഴിക്കുമ്മ? എനിക്കൊന്നും വേണ്ട മോളെ. എന്റെ മോനിത് കണ്ടാലെങ്കിലും മതി എന്റെ റബ്ബേ. അവന്റെ ഒരേ ഒരു വരുമാനം കൊണ്ടാ ഇത്രയും നാൾ അല്ലില്ലാതെ കഴിഞ്ഞു പോയത്. ഇനി എങ്ങനെ എന്റെ മോനെ ഞാൻ തിരിച്ചു കൊണ്ടുവരും റബ്ബേ? ഈ ചതി ചെയ്ത ആ ഹറാം പറഞ്ഞോനെ ഞാൻ വെറുതെ വിടാനൊന്നും പോകുന്നില്ല. എന്താണ് സന്തോഷേ? മജീദേ, നിന്നെ തിരഞ്ഞ് കാതർക്ക വരുന്നുണ്ട്. തൽക്കാലം ഒന്ന് പെട്ടെന്ന് മുങ്ങിക്കും. അതാടാ നിനക്ക് നല്ലത്. എടാ ഞാൻ ഈ തീയും പുകയും അടങ്ങുന്നത് വരെ തൽക്കാലം എങ്ങോട്ടെങ്കിലും മുങ്ങും. വിഷമിക്കാതാ, ആര് തള്ളിയാലും ഞാനുണ്ടടാ നിന്റെ കൂടെ.
ഓ പറഞ്ഞു നാവെടുത്തില്ല. ഗൾഫിൽ നിന്ന് ഷാനിയ. സുഖാണോ മജീദെ? പരമസുഖം. നമ്മുടെ നൗഷാദ് നാളെയല്ലേ പുറപ്പെടുന്നത്? അതെ, ഉച്ചക്ക് 12 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങും. മജീദെ, ഒരു ഉപകാരം ചെയ്യണം. നമ്മുടെ നൗഷാദിന്റെ കയ്യിൽ 2 പാക്കറ്റ് ചിപ്സ് കൊടുത്തു. അതിനെന്താ, ഞാൻ ഇന്ന് തന്നെ വാങ്ങിക്കൊടുക്കാം. അയ്യോ, നീ വാങ്ങിക്കൊന്നും വേണ്ട. അത് എന്റെ ഫ്രണ്ട് സേവ്യർ നിനക്ക് എത്തിച്ചേരും. റിയാസിന്റെ ഫ്രണ്ടാണവൻ. നിനക്ക് ഓർമ്മയില്ലേ എന്റെ റൂംമേറ്റ് റിയാസിനെ? ഓ, നമ്മുടെ രസികൻ. ഓർക്കാതിരിക്കാൻ അവനെ ഞാൻ മറന്നിട്ട് വേണ്ടേ? ആ, അപ്പൊ നാളെ കാലത്ത് 11 മണിക്ക് നമ്മുടെ പഴയ കുരിശുപള്ളിയുടെ മുമ്പിൽ നീ പോയാൽ മതി. സേവ്യർ ചിപ്സ് അവിടെ എത്തിച്ചേരും. ഓക്കെ. വിഷമിക്കാതടാ, ആര് തള്ളിയാലും ഞാനുണ്ടടാ നിന്റെ കൂടെ. ഹലോ ഹലോ, സ്ഥലമെത്തി. എവിടേക്കാ? ഹാർബറിലേക്ക്.